വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള ടോപ്സ് ആണ് കാണിച്ചു തരുന്നത്. സോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് ഒക്കെ താഴെ കൊടുത്തിട്ട് സൈഡിൽ ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് കാണിക്കുന്ന എല്ലാ ടോപ്സും നല്ല അഫോർഡബിൾ റേറ്റിലുള്ളതാണ്. പിന്നെ ഇന്നിട്ടിരിക്കുന്ന ഈ ഒരു ഡ്രസ്സ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കേട്ടോ പർച്ചേസ് ചെയ്ത്. ഇതിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കാം. നല്ല കോട്ടൺ ഡ്രസ്സാണ്. ഏറ്റവും ഫസ്റ്റ് വരുന്നത് ഈ ഒരു പെപ്ലം ടോപ്പാണ്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ടോപ്പാട്ടോ. ഷോർട്ട് സ്ലീവ്സ് ആണ് വരുന്നത്. സ്ലീവ്സിൻ്റെ അറ്റത്ത് എലാസ്റ്റിക് ഉണ്ട്. എലാസ്റ്റിക് ചെറിയ രീതിയിൽ ടൈറ്റ് ആട്ടോ. ഇങ്ങനെ സ്ട്രൈപ്സ് ആണ് ഡിസൈൻ. ഇതിൻ്റെ വേറൊരു ഷെയ്ഡും കൂടി അവൈലബിൾ ആണ്. ഇങ്ങനെ ബ്ലൂ സ്ട്രൈപ്സിന് വരും പിങ്ക് സ്ട്രൈപ്സ് വരുന്നത്. ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ ചെറുതായിട്ട് പ്ലീറ്റ്സ് ഉണ്ട്. ബാക്കിൽ സ്ട്രെയിറ്റ് ആയിട്ടാട്ടോ ഇവിടെ പ്ലീറ്റ്സ്. ഫ്രണ്ടിൽ നടുക്ക് ഇങ്ങനെ ചെറുതായിട്ട് കയറി വരുന്നുണ്ട്. ബാക്കിൽ ഇവിടെ സ്മോക്കഡ് ആണ്. ആൻഡ് നെക്കിൻ്റെ ഇവിടെ എലാസ്റ്റിക് ആട്ടോ ഈ ഒരു ഭാഗത്ത്. ഫ്രണ്ടിലും ബാക്കിലും അങ്ങനെയാണ്. അപ്പോൾ ഞാൻ മേടിച്ചത് മീഡിയം സൈസാണ്. എലാസ്റ്റിക് ചെറിയ രീതിയിൽ ടൈറ്റ് ആട്ടോ. ബാക്കിയെല്ലാം ഓക്കെ ആണ്. അപ്പോൾ നല്ല കോട്ടൺ മെറ്റീരിയലാണ്. ഇതിൻ്റെ പിങ്ക് ഷെയ്ഡും അവൈലബിൾ ആണ്. ഞാൻ അത് പർച്ചേസ് ചെയ്തത് 331 റുപ്പീസിനാണ്. അപ്പോൾ എല്ലാ ടോപ്സും ഞാൻ സൈഡിൽ സ്റ്റൈൽ ചെയ്യുന്നുണ്ട്. എൻ്റെ ഹൈറ്റ് വരുന്നത് 5.6 ഫീറ്റ് ആട്ടോ. അപ്പോൾ ഈ ഒരു ടോപ്പ് ഞാൻ ഒരു ജീൻസിൻ്റെ കൂടെയാണ് സ്റ്റൈൽ ചെയ്തിട്ടുള്ളത്. ആ ജീൻസിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കാവേ. അടുത്തത് ഈ ഒരു ബ്ലാക്ക് ടോപ്പാണ്. സ്ക്വയർ നെക്കാണ് വരുന്നത്. പിന്നെ ഇവിടെ ബട്ടൺസ് ഉണ്ട്. ഓപ്പണബിൾ അല്ലാത്ത ബട്ടൺസ് ആട്ടോ. പിന്നെ സ്ലീവ്സിൻ്റെ ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ ഫ്രില്ല് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഫാബ്രിക് ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം. ഒരു ടെക്സ്ചേർഡ് ആയിട്ടുള്ള ഫാബ്രിക് ആട്ടോ. ബാക്ക് ഇങ്ങനെയാണ്. ഞാൻ മേടിച്ചത് മീഡിയം സൈസ് ആട്ടോ. എനിക്ക് കറക്റ്റാണ്. ആൻഡ് ഇതിൻ്റെ വേറെ 3 ഷെയ്ഡ്സും കൂടി അവൈലബിൾ ആണ്. ഞാനത് പർച്ചേസ് ചെയ്തത് 332 റുപ്പീസിനാണ്. അടുത്തത് ഈ ഒരു ടോപ്പാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻ്റഡ് ടോപ്പാട്ടോ. അപ്പോൾ ഇതേ മോഡൽ വേറെ പ്രിൻറ്റിൽ വരുന്ന ടോപ്സ് എൻ്റെ മുന്നത്തെ ഹോൾ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലിങ്ങനെ ബ്ലാക്ക് കളറിൽ ഫ്ലോറൽ പ്രിൻ്റാണ്. വീനെക്കാണ്. പിന്നെ സ്ലീവ്സ് ആണെങ്കിൽ പഫ് സ്ലീവ്സ് ആട്ടോ. ഇവിടെ ഇങ്ങനെ പ്ലീറ്റ്സ് ഉണ്ട്. പിന്നെ സ്ലീവ്സിൻ്റെ അറ്റത്ത് എലാസ്റ്റിക് ഉണ്ട്. നല്ല വിടുത്തുള്ള സ്ലീവ്സ് ആട്ടോ. ജോർജറ്റാണ് മെറ്റീരിയൽ വരുന്നത്. നല്ല മെറ്റീരിയൽ ആട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്ത് ലൈനിങ് ഉണ്ട്. സ്ലീവ്സിൽ ലൈനിങ് ഇല്ല. ആൻഡ് ഈ ഒരു സൈഡിൽ സിബ് ഉണ്ട്. അപ്പോൾ ഞാനിത് മേടിച്ച മീഡിയം സൈസിലാട്ടോ. വേറെ നല്ല കംഫർട്ടബിൾ ആണ്. പിന്നെ നല്ല മെറ്റീരിയൽ ആട്ടോ. ഇതിൻ്റെ വേറെ കുറേ പ്രിൻറ്റ്സ് അവൈലബിൾ ആണ്. ഞാനിത് പർച്ചേസ് ചെയ്തത് 353 റുപ്പീസിനാണ്. ഈ ഒരു ടോപ്പ് ഈ ബേജ് കളർ പാൻസിൻ്റെ കൂടെ അടിപൊളിയായിരിക്കും കേട്ടോ. നല്ലൊരു കളർ കോമ്പിനേഷൻ ആയിരിക്കും. അടുത്തത് ഈ ഒരു ടോപ്പാണ്. ബ്ലാക്ക് കളറിൽ ഫ്ലോറൽ ഡിസൈൻ ആണ്. ഇവിടെ പുള്ളി ചെയ്യുമ്പോൾ ഇവിടെ ചുരുങ്ങി വരും. എന്നിട്ട് നമുക്കിവിടെ ടൈ ചെയ്ത് വെക്കാം. പിന്നെ ഈ ഒരു സൈഡിൽ സിബ് ഉണ്ട്. സ്ലീവ്സ് ആണെങ്കിൽ ഇങ്ങനെ ഫ്രില്ല് പോലെയാണ്. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ ആണെങ്കിൽ ക്രേപ്പ് ആട്ടോ. ബാക്ക് സൈഡ് ഇങ്ങനെയാണ്. അപ്പോൾ ഞാനിത് മേടിച്ച മീഡിയം സൈസിലാണ്. എനിക്ക് കറക്റ്റാണ്. ആൻഡ് ഇത് ഞാൻ പർച്ചേസ് ചെയ്ത് 283 റുപ്പീസിനാണ്. അടുത്തത് ഈ ഒരു ബ്ലാക്ക് ടോപ്പാണ്. ഇതിലാണെങ്കിൽ ഇങ്ങനെ ഒറ്റൊരു വർക്കുള്ള. ഇതാണെങ്കിൽ കട്ട് ചെയ്തിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചതാണ്. ഇതിലാണെങ്കിൽ ഇങ്ങനെ എംബ്രോയ്ഡറി ഉണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് നല്ല സിമ്പിൾ ആയിട്ടുള്ള ടോപ്പാട്ടോ. ബാക്കിൽ പ്ലെയിൻ ആണ്. സ്ലീവ്ലെസ് ആണ്. ലൈനിങ് ഒന്നും ഇല്ല കേട്ടോ. ഇത്രയുണ്ട് ലെങ്ത്ത്. വേറൊരു ഷെയ്ഡും കൂടി അവൈലബിൾ ആട്ടോ. പിന്നെ ഞാനിത് മേടിച്ചത് 1 സൈസ് അപ്പ് ആട്ടോ. കുറച്ച് ലൂസ് ഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ലാർജ് സൈസാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഇത് കോട്ടൺ മെറ്റീരിയൽ എന്നാണ്. പക്ഷേ ഇത് തൊട്ടിട്ടൊരു ബ്ലെൻഡ് മെറ്റീരിയൽ ആട്ടോ. ഏകദേശം ഒരു റയോൺ, എനിക്ക് തൊട്ടിട്ട് അങ്ങനെ ഫീൽ ആവുന്നു. ഒരു റയോൺ പോലത്തെ മെറ്റീരിയലാണ്. കുറച്ചിങ്ങനെ ഒഴുകി കിടക്കുന്ന ഒരു ടൈപ്പ് മെറ്റീരിയൽ ആട്ടോ. അപ്പോൾ ഞാനിത് പർച്ചേസ് ചെയ്തത് 192 റുപ്പീസിനാണ്. അടുത്തത് ഈ ഒരു പ്രിൻ്റഡ് ആയിട്ടുള്ള ടോപ്പാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടോപ്പാട്ടോ. സ്ലീവ്സിൻ്റെ അറ്റത്ത് എലാസ്റ്റിക് ഉണ്ട്. ഇവിടെ എലാസ്റ്റിക് ഉണ്ട്. കണ്ടോ, എലാസ്റ്റിക് ഉണ്ട്. ഇവിടെയുണ്ട്, ഇവിടെയുണ്ട് കേട്ടോ. പിന്നെ ബാക്കിൽ സ്മോക്കഡ് ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടോപ്പാട്ടോ ഇത്. ഇതിൻ്റെ വേറെ 3 കളർ ചേഞ്ചസ് ഉണ്ട് കേട്ടോ. ഞാനിത് മേടിച്ച് മീഡിയം സൈസിലാണ്. എനിക്ക് കറക്റ്റ് ആട്ടോ.
പിന്നെ ഞാനത് പർച്ചേസ് ചെയ്തത് 344 റുപ്പീസിനാണ്. അടുത്തത് ഈ ഒരു ടോപ്പാണ്. ഈ ഒരു ടോപ്പ് നിങ്ങൾ മീഷോയിൽ കുറേ കണ്ടിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇവിടെയും പിന്നെ സ്ലീവ്സിലും ലേസാണ് വരുന്നത്. ഇതിലാണെങ്കിൽ ഫ്ലോറൽ വർക്കാട്ടോ. ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം. ഇത് തൊട്ടിട്ടൊരു വെൽവെറ്റ് മെറ്റീരിയൽ പോലെ ഫീൽ ആവുന്ന ഈ ഒരു വർക്ക് ഞാൻ ക്ലോസപ്പിൽ കാണിക്കാം കേട്ടോ. ബാക്കിൽ ഇവിടെ ഇല്ല കേട്ടോ ലേസ്, ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ഒരു മെറ്റീരിയൽ ഇവിടെ കൊടുത്തിരിക്കുന്ന കോട്ടൺ ബ്ലെൻഡ് എന്നാണ്. പിന്നെ അതിന് ചെറുതായിട്ട് പഫ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് മേടിച്ച് മീഡിയം സൈസിലാണ്, എനിക്ക് കറക്റ്റാണ്. ഞാനത് പർച്ചേസ് ചെയ്ത് 252 റുപ്പീസിനാണ്. അടുത്തത് ഈ ഒരു ക്യൂട്ട് ടോപ്പാണ്, പെപ്ലം ടോപ്പാട്ടോ. ഇവിടെ ഇങ്ങനെ പ്ലീറ്റ്സ് ഉണ്ട്, ബാക്കിലുണ്ട് കേട്ടോ. രണ്ട് സ്ഥലത്തും സ്ട്രെയിറ്റ് ആയിട്ടാണ് പ്ലീറ്റ്സ്. ചെറിയ പഫ് സ്ലീവാണ്. പിന്നെ സ്ലീവ്സിൻ്റെ അറ്റത്ത് എലാസ്റ്റിക് ഉണ്ട്. പക്ഷേ ഈ ഒരു എലാസ്റ്റിക് ഭയങ്കര ടൈറ്റ് ആട്ടോ, ഭയങ്കര ഡിസ്കംഫർട്ടബിൾ ആണിത് ഇടുമ്പോൾ. ഞാൻ മേടിച്ച മീഡിയം സൈസാണ്. ഇവിടെയൊക്കെ എനിക്ക് ഫിറ്റിങ് കറക്റ്റ് ആട്ടോ. പക്ഷേ ഈ ഒരു എലാസ്റ്റിക് മാത്രം ഭയങ്കര ടൈറ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ എലാസ്റ്റിക് ഒന്ന് ജസ്റ്റ് അഴിച്ചിട്ട് കുറച്ചുകൂടി എക്സ്റ്റൻഷൻ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ കുറച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ള ഫിറ്റ് കിട്ടും. പിന്നെ ഇതിലാണെങ്കിൽ ബട്ടർഫ്ലൈസിൻ്റെ എംബ്രോയ്ഡറി ഉണ്ട്. പിന്നെ ഇത്രയും ഭാഗത്ത് ലൈനിങ് ഉണ്ട് കേട്ടോ. സ്ലീവ്സിലും ഈ ഒരു ഭാഗത്തും ലൈനിങ് ഇല്ല. പിന്നെ ഇതിൻ്റെ ഷെയ്ഡ് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ്. ഞാനത് പർച്ചേസ് ചെയ്ത് 376 റുപ്പീസിനാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ കാണിച്ച എല്ലാ പ്രൊഡക്ട്സിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. സോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.